ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ചേച്ചി? ചെറുതിലൊക്കെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. തിരുവാതിര ചെയ്യും, ഒപ്പന ചെയ്യുമായിരുന്നു, ക്ലാസിക്കൽ ഡാൻസ് കുറച്ചൊക്കെ ചെയ്യും, പിന്നെ സിനിമാറ്റിക് ചെയ്യും. അത്യാവശ്യം കുട്ടികളെ, നമ്മളെ വീടിന്റെ അടുത്തുള്ള കുട്ടികളെ നമ്മൾ ഡിഗ്രി കാല പഠനമൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയങ്ങളിലൊക്കെ അവർക്ക് സ്കൂളുകളിലും കോളേജിലൊക്കെ ഇതുപോലെ പരിപാടികൾ വരുമ്പോൾ നമ്മുടെ അടുത്ത് വരും, നമ്മൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഈ നാട്ടിൽ തന്നെയാണ്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കല്യാണം കഴിച്ചത്. അപ്പം അതിൻ്റെ പേരിൽ എൻ്റെ വീട്ടുകാരും അതിനേക്കാളേറെ സപ്പോർട്ടിങ് ആയിരുന്നു നമ്മളെ ഏട്ടേ. അപ്പം എന്ത് പ്രോഗ്രാം വന്നാലും ഞാൻ അത് കണ്ടിന്യൂ ചെയ്തിരുന്നു. അമ്പലങ്ങളിൽ ഉത്സവം, ഇവിടുത്തെ ഞങ്ങളുടെ പള്ളിയിൽ അമ്പലത്തിലൊക്കെ ഉത്സവങ്ങൾ വരുമ്പോൾ ഞാനത് ഡാൻസ് എന്തായാലും എൻ്റെ ടീമിൻ്റെ ഒരു ഡാൻസ് എന്തായാലും ഉണ്ടാവും. അപ്പം അത് കണ്ടിന്യൂ ചെയ്ത് വന്നിരുന്നു. ഡാൻസ് നിർത്തിയിട്ടുണ്ടായില്ല ജീവിതത്തിൽ. ഇപ്പൊ ഇത്രയും സമയത്തിനുള്ളിൽ ഡാൻസും പാട്ടും ഒഴിവാക്കിയിട്ടുണ്ടായില്ല. അപ്പൊ ഡാൻസ് പാട്ടും ഒരേപോലെ ഉണ്ട്. പാട്ട് കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നു. ബോഡി പിന്നെ തടിയൊന്നും വെപ്പിക്കാതെ അങ്ങനെ ഡാൻസിനോട് അങ്ങനെ പോയിട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പൊ അതിങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്നോണ്ട് ഇപ്പൊ വിളിച്ചാലും അല്ല. ഇതിന്റെ കൂട്ടത്തില് ഈ ഡാൻസ് അല്ലാതെ ഡയറ്റ് പ്ലാൻ സെപ്പറേറ്റ് ചെയ്തിരുന്നു. എന്തൊക്കെയാണ് ചെയ്തിരുന്നു കൂടെ പറഞ്ഞു. അല്ല, ഒന്നാമത് ഫുഡിനോട് ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ നോൺ വെജിനോട് അത്ര വലിയ താല്പര്യം എനിക്ക് ആദ്യമേ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ തന്നെ പ്രിപ്പറേഷൻ ചെയ്ത് ചെയ്യുന്ന ഭക്ഷണം കഴിക്കാൻ അപ്പൊ നമുക്ക് താല്പര്യമില്ല അന്നത്തെ ഡേ. അപ്പൊ പിന്നെ ഫ്രൂട്ട്സ് അധികം കഴിക്കും, വെള്ളം ധാരാളം കുടിക്കുക, നോൺ വെജ് പരമാവധി ഒഴിവാക്കുക, ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ മാത്രമാക്കുക, ഓയിലി ഫുഡ് തീരെ അങ്ങോട്ട് കഴിക്കാതിരിക്കുക. അങ്ങനെ പിന്നെന്ന് വെച്ചാൽ ഹെൽത്ത് ഏറ്റവും മസ്റ്റാണ് കൈകൊട്ടി കളിക്ക്. കാല് അപ്പൊ ബോഡിക്ക് തടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാടാൻ പറ്റില്ല, ഓവറായിട്ട് സ്റ്റെപ്പ് എടുത്ത് ചാടാൻ പറ്റില്ല. നിങ്ങളിങ്ങനെ 3 മണിക്കൂർ നമുക്ക് റെസ്റ്റും ഇല്ല. 3 മണിക്കൂർ കളിക്കണം. ഒരു സെക്ഷൻ അടിക്കണത് 20 മിനിറ്റ് ആണ്. 20 മിനിറ്റ് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരാൻ പറ്റൂല. അത് കഴിഞ്ഞൊരു 5-10 മിനിറ്റ് റെസ്റ്റ് അവർ തരുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും കളിക്കണം. അപ്പൊ അങ്ങനെ 3 മണിക്കൂർ നമ്മ കളിക്കുമ്പോ നമ്മ ടയേർഡാവും. അപ്പൊ ബോഡിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വെള്ളം, ഫ്രൂട്ട്സ് ഒക്കെയാണ് ആവശ്യം. പിന്നെ തടി ഒരുപാട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഓവറായിട്ട് കളിക്കാൻ പറ്റില്ല, ബ്രീത്തിങ് കിട്ടില്ല. പിന്നെ കാല് മടങ്ങി പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ട് തടിയുള്ളവർ കളിക്കാൻ വന്നപ്പോഴേ. നമ്മൾ മുന്നിൽ കണ്ടതാണ് ആ ഒരു വിഷമത. തടി വരുമ്പോ ചാടുമ്പോ മുട്ട് പ്രശ്നം, ബാലൻസ് ചെയ്യാൻ പറ്റില്ല ബോഡിയായിട്ട്. അവരൊക്കെ ഇപ്പൊ ട്രീറ്റ്മെന്റിൽ തന്നെയാണ്. അവർക്കൊന്നും പിന്നെ കളിക്കാൻ വരാൻ പറ്റിയിട്ടില്ല. നമ്മളെ കൂടെ ഉള്ള പറയുമ്പോ അത്ര ഏജ് പോലെ ആയിട്ടില്ല, 30ന്റെ ഉള്ളിലത്തെ ഏജ് ആയിട്ടുള്ളൂ. തടിയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ അത് കണ്ടു മനസ്സിലാക്കി. പക്ഷെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ശരിക്കും കെയറിങ് ആവശ്യം. ബോഡി നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കണം. കാലിന് പ്രശ്നമാണ്. കാലാണ് ഏറ്റവും പവറിലുള്ള കൊടുക്കുമ്പോ വന്ന് വീഴുന്നത്. കൈക്ക് വലിയ സ്ട്രെങ്ത് വരണില്ലല്ലോ, കാല് മസ്റ്റാണ്. ഓക്കെ. അതേപോലെ തന്നെ ചേച്ചി ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തു എന്ന് പറയും 1 ഇയറിനോട് ഇടയ്ക്ക്. അപ്പോൾ എപ്പോഴെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ കളിക്കാൻ പറ്റാതായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഒരു വട്ടമല്ല, 1-2-3 വട്ടം അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ആദ്യമൊക്കെ ജോലി കഴിഞ്ഞ ടൈമിങ്ങിൽ എത്താൻ പറ്റാണ്ട് വരുമ്പോൾ ഞാൻ പോകുമായിരുന്നു. പക്ഷെ ഇവരങ്ങോട്ട് വിട്ടിട്ട് എത്താന്നുള്ള രീതിയിലൊക്കെ എത്തും. ചിലപ്പോൾ പല സ്ഥലത്ത് ഇവർ കയറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് എത്താൻ പറ്റുള്ളൂ. 1 റൗണ്ടൊക്കെ കഴിയുമ്പോൾ എനിക്ക് എത്താൻ പറ്റിയിട്ടുള്ളൂ. അവിടെ ഒന്നും പ്രോബ്ലം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞൊരു ഡേയിൽ ഒരു ദിവസം ഇതുപോലെ നമുക്ക് പനിയായിട്ട് കൊല്ലത്ത് മാവേലിക്കരയിൽ പ്രോഗ്രാമിന് പോകേണ്ടി വന്നു. അപ്പോൾ പനിയായിട്ട് ട്രാവലിംഗ് ചെയ്തപ്പോൾ വൊമിറ്റിംഗ്, ഛർദിയും വന്നു, എല്ലാം വന്നപ്പോ ആകെ ടയേർഡായി ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.